എടാ വീര മതി, ഇനി അവളെ തല്ലരുത്. മുത്തശ്ശി മാറ്. ഒന്നേ ഉള്ളൂ എന്ന് കൊഞ്ചിച്ച് എങ്ങനെ ധൈര്യം വന്നു കുട്ടി നിനക്കിത് പറയാൻ? നിശ്ചയിത്തരം അല്ലാന്താ? ബാക്കിയുള്ള മാനങ്ങളാണ് പുറപ്പാട്. നിന്ന് മോങ്ങ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? കുട്ടി ആലോചിക്കാതെ എന്തെങ്കിലും പറഞ്ഞു വെച്ച്. നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ അയാളെ കല്യാണം കഴിക്കും. എടി കൊല്ലും ഞാൻ. എടാ നിർത്താൻ. മുത്തശ്ശിയാണ് അവളെ ചീത്തയാക്കുന്നത്. ഇനി അവളെ തൊട്ടു പോകരുത്. അടിയോടി ആ നാട് പഠിക്കാൻ വിളിക്ക്. ഉണ്ട്. സ്ത്രീശാപം ശക്തമായി തന്നെയുണ്ട്. കാവിലനാകത്താനും കുടികൊള്ളുന്ന ദേവിയും മൺമറിഞ്ഞ കാരണവന്മാർ ഇഷ്ടത്തിലല്ല. എന്താ ഒരു പ്രതിവിധി? പ്രതിവിധി എന്ന് വെച്ചാ പ്രായശ്ചിത്തം വേണ്ട പോലെ ചെയ്യണം. സന്താന പരമ്പരകളുണ്ടെങ്കിൽ വിളിച്ച് ദോഷം തീർക്കാം. ഒന്നിനും താമസിക്കണ്ട. പണിക്കരി പറഞ്ഞത് കേട്ടല്ലോ ഈര? കേട്ടു. എന്താ പ്രായശ്ചിത്തമെന്ന് നിശ്ചയമുണ്ടോ? ഇല്ല. എന്നാ എനിക്ക് നിശ്ചയുണ്ട്. ദേവിയുടെ മോനെ കൊണ്ട് കുഞ്ഞു ലക്ഷ്മിയെ മംഗലം കഴിപ്പിക്കുക. മുത്തശ്ശി എന്തായി പറയുന്നത്? നീ കേട്ടില്ലേ പറഞ്ഞത്? അത് നടക്കില്ല. നടക്കും, നടക്കണം. ആരെല്ലാം കൂടിയില്ലെങ്കിലും ഞാനിത് നടത്തും. മുത്തശ്ശിനെ വാശി പിടിച്ച് ഈ തറവാടിന്റെ പുറത്തുള്ള ദോഷം തീരണമെങ്കിൽ അതേ ഉള്ളൊരു വഴി. അയ്യേ, തലയോർത്ത് നടക്കാൻ കഴിയോ ഞങ്ങൾക്കിനി? അധികം ഉയർത്താതെ നടക്കാം. ആ കള്ള പണിക്കരെന്തോ പറഞ്ഞു വെച്ച് ചന്തുട്ടി വിവരക്കേട് പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ? ആർക്ക് നാണക്കേടുണ്ടെങ്കിലും ശരി, ഞാനത് തീരുമാനിച്ചു. നമുക്ക് വേറൊരു പണിക്കരെ കൊണ്ടുകൂടി. വേണ്ട, നാണു പണിക്കരിക്ക് പിഴക്കില്ല. അവസാനം ആ ചെക്കന്റെ മുന്നിൽ മുട്ടുകുത്തിന്നാവും. അഞ്ഞിനല്ലല്ലോ, നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഓടുന്ന ചോര തന്നെയാ അവന്റെ ശരീരത്തിൽ ഓടുന്നത്. വയസ്സുകാലത്ത് എനിക്ക് അല്പം മനസ്സമാധാനം വേണം. ഈ കല്യാണം നടക്കണം. ആരാണ്ട ആന പുറത്താരാണ്ട. ഞാനാണ്ട കാവും പാട്ടക്കുറുപ്പാണ്ട. എലപുലയേലോ 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 എലപുലയേലോ. ആരാണ്ട ആനപ്പുറത്താരാണ്ട. ഞാനാണ്ട കാവും പാട്ടക്കുറുപ്പാണ്ട. ആരാണ്ട തലയിൽ മുണ്ടിട്ടതാരാണ്ട. ഞാനാണ്ട കാവും പാട്ട ആളാണ്ട. എലപുലയേലോ 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 എലപുലയേലോ. പണിക്കര് കരയണു. എന്തിനാ പണിക്കര് കരയണേ? ദൈവവും എന്റെ തലയിൽ വീഴും. ഞാൻ എന്റെ തൊഴിലിൽ മായം ചേർത്തു. എടോ പണിക്കരെ, ഞാൻ എന്റെ തൊഴിൽ പിന്നെ പാലാ ചേർത്തത്. ഒരു നല്ല കാര്യത്തിനല്ലേ? പഠിക്കലേ ഒരു വലി വലി ഉള്ള ശ്വാസം എടുത്തൊരു വലി വലി. എന്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനാ ഇതിന്റെ ഇടയിൽ കളിച്ചു എന്ന് നിങ്ങൾ എല്ലാവരോടും പറയണം. എന്നിട്ട് എന്റെ അന്നം മുടക്കണം. കാവുംപാട്ട പറഞ്ഞതിന്റെ കിട്ടട്ടെ. പിന്നെ നിങ്ങൾ ആരാ എന്റെ അടിയോടി? അടിയോടിയെ സൂചിപ്പിക്കണ്ട. എന്നാലും മോനെ ശിവശങ്കര, നീ വരച്ച വരയിൽ വന്നില്ലേ കുറുപ്പന്മാര്? ഇനിയെങ്കിലും സത്യം പറ, നീ ദേവകിയമ്മയുടെ മോൻ തന്നെയാണോ? ഞാനാണ്ട കാവും പാട്ടക്കുറുപ്പാണ്ട. എലപുലയേലോ 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 എലപുലയേലോ. സിംഗപ്പൂരിലുള്ള അബൂബക്കറിന്റെ വീട്ടിലേക്ക് ഏത് വഴിയാ പോവാ? ഏത്? മൂസാജിയുടെ മോന്റെ? ആ, നേരെ ചെന്ന് ഇടത്തോട്ട് തിരിയുമ്പോ വലതുഭാഗത്ത് കാണുന്ന വലിയ വീടാ. അത് ഒഴിഞ്ഞു കിടക്കാണല്ലോ. ആരാണാവോ? അച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക അല്ലേ? എത്രയോ അച്ചുമാരുണ്ട്. ഞാൻ കാവും പാട്ടെ പഴയ അടിച്ചു തെളിക്കാരി ദേവകിയുടെ മകൻ അച്ചു, അച്യുതക്കുറുപ്പ്. വരട്ടെ.
ആര്? ഞാൻ കണ്ടു. എന്ത് കണ്ടു നായരെ? ഞാൻ കണ്ടു എന്നല്ലേ പറഞ്ഞത്? എന്താണോ? വന്നു. ആര്? ദേവകി നമ്മുടെ മോൻ. എന്റെ കൃഷ്ണ എന്തായി കേക്കണത്? ദേവകി ഉണ്ട് കൂടെ. അവര് നേരെ അബൂബക്കറിന്റെ വീട്ടിലേക്കാ പോയത് ഇത്രേ. അപ്പൊ മറ്റവനോ? അവ കള്ളൻ. അബദ്ധം പറ്റിയല്ലോ. ഇനി ഇതും കള്ളമാണോ? എന്താ കുറുപ്പേത്? ആ വാരസ്യാര് ദേവികയെ ശരിക്കും കണ്ടിരിക്കുന്നു. അത് അവര് തന്നെയാ, സംശയമില്ല. ഇന്നലെയാ മുതലാളിയുടെ കത്ത് കിട്ടിയത്. ഒന്നിനും കുറവുണ്ടാവരുന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എത്ര നാൾ ഉണ്ടാവുക? ഒന്നും തീരുമാനിച്ചില്ല. ഏറിയാൽ 2-3 ദിവസം. ഡിക്കിയിൽ സാധനങ്ങളുണ്ട്, എടുത്തോളൂ. ആള് കേമനാണത്രേ. സിംഗപ്പൂരിൽ വലിയ ബിസിനസ്സാ. ആ അബൂബക്കർ ഇയാളുടെ താഴെയാ. എന്താണാവോ അയാളുടെ ഭാവം? പപ്പ വേണ്ട, വിളിക്കണ്ട. ചെരങ്ങ് പിടിച്ച തല മൊട്ട അടിച്ച അവസ്ഥയായി. യാത്രാക്ഷീണം മാറിയോ? എന്താ അമ്മയുടെ മനസ്സിലിപ്പോ? എനിക്കെന്തോ ഒരു പേടി പോലെ. എന്തിനാ പേടിക്കുന്നത്? തണ്ടും തടിയുള്ള മോനില്ലേ കൂടെ? നമ്മളെപ്പോഴാ അമ്മയുടെ കാവും പാട്ടേക്ക് പോകുന്നത്? അച്ഛോ, നീ അവിടെ ചെന്നിട്ട് ബുദ്ധിമോശം ഒന്നും കാണിക്കല്ലേ. അതിനാണോ പേടിക്കുന്നത്? അമ്മയ്ക്കറിയില്ലേ അച്ഛനെ? നിന്റെ ഒറ്റ വാശി കാരണമാണ് ഞാൻ ഇറങ്ങിയത്. ഇനി ഒരിക്കലും കാല് കുത്തുമെന്ന് കരുതിയതല്ല ഈ മണ്ണിൽ. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കൂട്ടുമ്പോഴും മനസ്സിൽ ബാക്കി നിന്നിരുന്ന ഒരു ആഗ്രഹമാണിത്. എന്നെങ്കിലും ഒരിക്കൽ അമ്മയുടെ കൂടെ ഈ നാട്ടിൽ വരണം. അമ്മയുടെ കൈയും പിടിച്ച് ആ തറവാടിന്റെ പടി കയറി ചെല്ലണം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ നിന്ന് അച്ഛന്റെ ആത്മാവ് കേൾക്ക് വിളിച്ചു പറയണം, അച്ഛന്റെ മോൻ വന്നെന്ന്, കൂടെ അമ്മയുണ്ടെന്ന്, അമ്മയ്ക്കും മോനും സുഖാണെന്ന്. എന്നെ മനസ്സിലായി കാണില്ല. ഓ, എന്നെ മനസ്സിലായില്ലെങ്കിലും അമ്മയെ മനസ്സിലാവാതിരിക്കില്ല അടിച്ചു തെളിക്കാരി ദേവകി. അനുവാദം ചോദിച്ചിട്ടല്ല അമ്മ വീണ്ടും ഈ പടി കയറിയത്. ക്ഷമിക്കണം, എന്റെ നിർബന്ധം കൊണ്ടാ. എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും മിണ്ടാതിങ്ങനെ നിന്നാ. മോനെ. മുത്തശ്ശി അറിയാം, അമ്മ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. ദേവകി, ഇങ്ങോട്ട് കേറി വന്നേ. മുത്തശ്ശിയുടെ മുമ്പിൽ നിൽക്കാൻ ഇപ്പോഴും ധൈര്യമില്ല അമ്മയ്ക്ക്. പഴയതൊക്കെ മറക്കാനുള്ള പ്രയാസവും. എനിക്ക് പിന്നെ വിവരം കുറവാന്ന് അമ്മ പറയാറ്. അതുകൊണ്ടല്ലേ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ദേവകി, എന്നോട് പൊറുക്കണം. നീ ദ്രോഹം മാത്രമേ നിന്നോട് ഞാൻ ചെയ്തിട്ടുള്ളൂ. വരട്ടെ. ഒന്നും മോഹിച്ചല്ല ഇത്രടം വന്നത്. അച്ഛന്റെ ആഗ്രഹം. ഇനി വരലുണ്ടാവില്ല ഒരിക്കലും. എവിടേക്കാ ദേവകി? നീ എവിടെയും പോണ്ട. ഇവിടെ താമസിക്കാലോ നിനക്ക് മോനും. വേണ്ട മുത്തശ്ശി, അതൊന്നും വേണ്ട. അടിച്ചു തെളിക്കായിരിക്കും മകനും പറഞ്ഞിട്ടുള്ള സ്ഥാനം കാവും പാട്ടിന് പുറത്താ. അതിനി മാറ്റമൊന്നും വരുത്തണ്ട. തറവാടിന്റെ മാനം നോക്കണ്ടേ? അമ്മേ വാ. മുത്തശ്ശിയുടെ മനപ്രയാസം മനസ്സിലാവുന്നുണ്ട്. പണിക്കൊരു പ്രശ്നം വെച്ച് അങ്ങനെ പറയുകയും ചെയ്തു. തറവാടിന്റെ പുറത്തുള്ള ദോഷങ്ങളെല്ലാം തീരണമെങ്കിൽ വിവാഹം മാത്രമല്ലേ ഉള്ളൂ ഒരു പ്രതിവിധിയായിട്ട്. അപ്പൊ പിന്നെ ദേവകിയമ്മയുടെ മോനെ കൊണ്ട് നമുക്ക് കുഞ്ഞലക്ഷ്മി മംഗലം കഴിപ്പിച്ചാലോ? ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കണോ? കുട്ടിയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. അടിയോടിയുടെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. അവനെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാതിരുന്നില്ല. നല്ല യോഗ്യനായിരിക്കുന്നു വാമദേവന്റെ മോൻ. ശരിയാ, ആ. ഞാനും ശ്രദ്ധിച്ചു. വാമദേവൻ അമ്മാവന്റെ മുറിച്ച മുറി
അപ്പൊ ശിവശങ്കരനോ? അവൻ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? ദൈവാധീനം കൊണ്ടാ അച്ചുവിന് വരാൻ തോന്നിയത്. ഇനിയിപ്പോ അയാളുടെ സമ്മതം അറിയണ്ടേ? അറിയണം. എന്താ അടിയോടി? എന്നാ ഇനി വേറെ ഒന്നും ചിന്തിക്കണ്ട വീര, ഈ കാര്യം അങ്ങോട്ട് തീരുമാനിക്ക. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചോളൂ. അടിച്ചു തളിക്കാരിയുടെ മോനാണ്. ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തറവാടിന്റെ അന്തസ്, അഭിമാനം അതെല്ലാം പഴയ കഥകളല്ലേ അച്ചു. കാരണവന്മാർക്ക് പറ്റിയ ഓരോ അബദ്ധങ്ങൾ. ശരിയാണ്. പഴയ അബദ്ധങ്ങൾ നമ്മളായിട്ട് വീണ്ടും ആവർത്തിക്കരുത്. നിങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമന ചിന്തയുള്ളവരാന്ന് കാണുമ്പോൾ അതിശയം തോന്നുന്നു സത്യത്തിൽ. എന്താ സ്വകാര്യം? അച്ചു അറിയാൻ പാടില്ലാത്ത ഒന്നുമല്ല. അത് എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് നാളെ തന്നെ നടത്തിയാലെന്താ? നാളെയോ? അതെ, ഇവിടെ ചില ചെറ്റവകകളുമായിട്ടുള്ളൊരു വാശിയുടെയാ. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. കേമായിട്ട് തന്നെ എല്ലാം നടക്കും. അച്ചുവിന്റെ സമ്മതം മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു.